ശബരിമല അന്നദാനത്തിന് ഇന്നു മുതൽ കേരളീയ സദ്യ വിളമ്പി തുടങ്ങി. അവിയലും തോരനും പപ്പടവും പായസവും ഉൾപ്പെടെയാണ് സദ്യ. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു സദ്യ വിളമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സദ്യ. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നു മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശബരിമലയിലെ അന്നദാനത്തിന് കേരളീയ സദ്യ വിളമ്പാൻ ഉള്ള ഒരു ഉദ്യമം ആരംഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെയും പ്രസിഡന്റ് അംഗങ്ങൾ, ബാക്കി മുതിർന്ന ഉദ്യോഗസ്ഥർ, ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി, മറ്റ് സർക്കാർ പോലീസ് അധികാരികളെല്ലാവരും വളരെ സഹകരണത്തോടുകൂടി ഈ കാര്യത്തിന് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിൽ ഒരു പുതിയ തുടക്കം ആയിരിക്കുകയാണ്. സദ്യ എന്ന നിലയിൽ കേരളീയ ഭക്ഷണത്തിൻ്റെ വിതരണം തുടങ്ങിയിരിക്കുന്നു ശബരിമല സന്നിധാനത്ത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല വിഭവങ്ങളുണ്ട്, അവിയലും ഒപ്പം തന്നെ തോരനും അങ്ങനെ എല്ലാം ഉൾപ്പെടുന്നതാണ്. ചേട്ടാ, ഇവിടെ അങ്ങനെ ഒരു കേരളീയ സദ്യ എന്നുള്ള നിലയിലാണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? സന്തോഷമായി. എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട്? സൂപ്പർ സന്തോഷം. സ്വാമി, എങ്ങനെ ഇരിക്കെ? തിരുവാരൂർ മാവട്ടം. എന്തായാലും ഇവിടെ എത്തുന്ന സ്വാമിമാർ ഹാപ്പിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെ തന്നെയാണ്. അവിയലും തോരനും ഒപ്പം തന്നെ അച്ചാറും പപ്പടവും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു വിഭവം. പപ്പടമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അടപ്രഥമനും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഓരോ ദിവസവും ഓരോ മെനു എന്ന നിലയിലാണ് ഉണ്ടാകുക. അതായത് ചില ദിവസങ്ങളിൽ പായസത്തിന് മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ അവിയലിനും തോരനുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ആ നിലയിലാണ് ഉണ്ടാകുക. ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും. ഒരു ദിവസം പുലാവ്, പഴയ പോലെ പുലാവ് ഉണ്ടാകും. ബാക്കി ദിവസങ്ങളിൽ ഇങ്ങനെ സദ്യ എന്ന നിലയിലായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഒരു പുതിയ തുടക്കം ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഏതാണ്ട് 5000-ഓളം പേരാണ് ഓരോ ദിവസവും ഈ അന്നദാന മണ്ഡപത്തിൽ എത്തുകയും ഈ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് സ്പോൺസർമാരെയൊക്കെ കണ്ടെത്തിയാണ് ഈ അന്നദാനം, ഈ സദ്യ ഉൾപ്പെടെ തുടരുകയും ചെയ്യുന്നത്.